അവന്റെ വായ് വെണ്ണ പോലെ മൃദുവായതു, ഹൃദയത്തിലോ യുദ്ധമത്രേ. അവന്റെ വാക്കുകൾ എന്നേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകളായിരുന്നു. സങ്കീർത്തനങ്ങൾ 55:21. മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് മരക്കുരിശിൽ മരിച്ച് 3 ദിവസം കഴിഞ്ഞ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് പരമരക്ഷകനായി പരത്തിൽ വാഴുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. വട്ടായിലച്ചനെതിരെ അനിൽ മുഹമ്മദ് ഇറക്കിയ വീഡിയോയ്ക്കുള്ള ഞങ്ങളുടെ 2ാമത്തെ മറുപടിയാണ് ഇത്. ഞങ്ങളുടെ 1ാമത്തെ മറുപടി ഇറക്കിയതിന് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നാം ജീവിക്കുന്ന ഈ 20-21 നൂറ്റാണ്ടുകളിൽ ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഖുർആനും ഹദീസുകളും വള്ളി പുള്ളി തെറ്റാതെ ഫോളോ ചെയ്ത മുസ്ലിം ആയിരുന്ന ഒസാമ ബിൻ ലാദൻ സ്ഥാപിച്ച അൽ ഖ്വയ്ദ എന്ന ഇസ്ലാമിക സംഘടനയുടെ 3 പ്രവർത്തകരെ കേരളത്തിൽ നിന്നും, നമ്മുടെ ഈ കേരളത്തിൽ നിന്നും NIA അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ തൻ്റെ പ്രസംഗത്തിൽ കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് സംസാരിച്ച കാര്യങ്ങൾ, കേരള സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അച്ഛൻ പങ്കുവച്ച ആശങ്കകളൊക്കെ സത്യമാണ് എന്ന് ആ അറസ്റ്റോടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലായിട്ടുണ്ട്. വട്ടായിലച്ചൻ്റെ പ്രസംഗത്തിൻ്റെ പേരിൽ അച്ഛനെ വിമർശിക്കാൻ നടന്നവരുടെ വായിൽ നാവുണ്ടോ എന്നറിയണമെങ്കിൽ ഇപ്പോൾ വായിൽ കോലിട്ട് കുത്തി നോക്കേണ്ട അവസ്ഥയാണ്. ഒരൊറ്റ എണ്ണത്തിന് മിണ്ടാട്ടം ഇല്ല. ഇപ്പോൾ ഇങ്ങനെയൊരു സ്ഥിതിയിൽ അനിൽ മുഹമ്മദിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് വിട്ടു കളഞ്ഞാലോ എന്ന് ഞങ്ങൾ ആലോചിച്ചതാണ്. പിന്നെ 2 വീഡിയോ ഞങ്ങൾ ഇറക്കുമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ, പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ എന്ന് വെച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനു വേണ്ടിയുള്ള വസ്തുതകൾ കളക്ട് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് 2 വീഡിയോയിൽ ഇത് നിൽക്കുകയില്ല എന്നുള്ള കാര്യം. എങ്കിൽ 3-4 വീഡിയോ ആയി ഇറക്കാം എന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിയായി ഇനിയും 1-2 വീഡിയോകൾ കൂടി ഉണ്ടാകും. കൂടുതൽ പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അനിൽ മുഹമ്മദിൻ്റെ അടുത്ത ക്ലിപ്പ്, അത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത ക്ലിപ്പ് നമുക്കിപ്പോൾ ഒന്ന് കാണാം. ഈ വർഷങ്ങളായി ഹിന്ദു മുസ്ലിം തർക്കം ഈ രാജ്യത്തുണ്ടാക്കുന്നതിന് കാരണക്കാരാരാ? ബ്രിട്ടീഷുകാരല്ലേ? അവരെ ബ്രിട്ടീഷുകാർ എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ? അവരേത് മതത്തിൽപ്പെട്ടവരാണ്? ജിഹാദികളാണോ? അങ്ങനെ എന്തെല്ലാം ലോകം മുഴുവൻ കൊള്ളയടിച്ചതിൽ എത്ര പേരുണ്ടച്ചോ? അതൊന്നും ഇപ്പോഴത്തെ സഹോദരരായ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ക്രൈസ്തവരോടോ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരോടോ പറഞ്ഞ് അതിൻ്റെ കണക്ക് തീർക്കുന്നതിൽ അർത്ഥമില്ല. അത് വിഡ്ഢിത്തമാണ്, ഒരു കാലത്ത് നടന്നു പോയതാണ്. അനിൽ മുഹമ്മദ് ഇന്നത്തെ ഇന്ത്യൻ ക്രിസ്ത്യാനികളോട് ഭയങ്കര ഔദാര്യം കാണിക്കുന്നുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ കൊള്ളയടിച്ചതിന് ഇന്നത്തെ ക്രിസ്ത്യാനികളോട് കണക്ക് ചോദിക്കാനൊന്നും വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ജിഹാദികൾക്കെല്ലാം നമ്മളോട് ഇത്രയും കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പുതിയ അറിവുകളാണ് കേട്ടോ. അല്ല അനിൽ മുഹമ്മദേ, നിങ്ങളൊരു ഡോക്ടറാണെന്നല്ലേ പറയുന്നത്? ഈ സ്ക്രാച്ച് ആൻഡ് വിൻ വഴിയാണോ അതോ കിലിക്കുകുത്ത് വഴിയാണോ നിങ്ങൾ ഡോക്ടറായത്? സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന സംഗതി നിങ്ങളെ തൊട്ട് തെറിപ്പിച്ചിട്ടില്ലേ? ബ്രിട്ടീഷുകാരിവിടെ വന്നത് മതപ്രചാരണത്തിന് വേണ്ടിയായിരുന്നെന്നാണോ താങ്കൾ ഇപ്പോഴും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്? ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ. ആ വിശേഷണം അവർക്ക് കിട്ടാൻ കാരണം എന്താണെന്നറിയാമോ? ലോകം മുഴുവനും ബ്രിട്ടന് അത്രയധികം കോളനികൾ ഉണ്ടായിരുന്നു. ബ്രിട്ടൻ്റെ ഏതെങ്കിലും ഒരു കോളനിയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭൂഗോളത്തിൻ്റെ മറുവശത്തുള്ള ബ്രിട്ടൻ്റെ മറ്റൊരു കോളനിയിൽ സൂര്യൻ ഉദിക്കുന്നുണ്ടാകും. അതായത് ബ്രിട്ടൻ എന്ന സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഭൂപ്രദേശങ്ങളിൽ സൂര്യൻ്റെ വെളിച്ചം ഇടമുറിയാതെ വീണുകൊണ്ടിരുന്നു. ഒരിക്കലും അസ്തമനം ഉണ്ടായിട്ടില്ല. അത്ര പ്രബലമായി ലോകം മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്ന സാമ്രാജ്യമായിരുന്നു അത്. മതം മാറ്റമോ മതപ്രചരണമോ അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ബ്രിട്ടൻ്റെ കൈവശമിരിക്കുന്ന കോളനികളെല്ലാം ക്രിസ്തുമതം ഒഴികെ മറ്റൊരു മതവും ഉണ്ടാകുമായിരുന്നില്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, മിഡിൽ ഈസ്റ്റിലടക്കം, അതായത് ഇന്നത്തെ അറബി രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായേനെ. ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളായി മാറിയാനെ. പക്ഷെ അങ്ങനെ ഒന്നുമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ 4% താഴെയായിരുന്നു. അതാണെങ്കിലോ ഈ യൂറോപ്യന്മാരും മുസ്ലിങ്ങളൊക്കെ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ വളർച്ച മാത്രമായിരുന്നു താനും. ഈ ഒരൊറ്റ സംഗതിയിൽ നിന്ന് തന്നെ മതം മാറ്റമോ മതപ്രചരണമോ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യമായിരുന്നില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യർക്കും അത് വ്യക്തമാണ്. പിന്നെന്താ ഇദ്ദേഹം പറഞ്ഞത്?
ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചെന്നല്ലേ? എൻ്റെ ഇതുവരെയുള്ള ചരിത്ര പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ ഒരു രാജ്യത്തെയും കൊള്ളയടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അവർ കച്ചവടം നടത്തി കൊള്ളലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്ക് ചരിത്രത്തിൽ കാണാം. പക്ഷെ അവർ കൊള്ളയടിച്ചതായി നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. കൊള്ളലാഭം ഉണ്ടാക്കുന്ന പരിപാടി ഇന്നും ലോകത്തുള്ളതാണ്. ബ്രിട്ടീഷുകാർ ഓരോരോ നാട്ടുരാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയിരുന്നു. ആ കരാറുകളെല്ലാം ബ്രിട്ടീഷുകാർക്ക് ഗുണമുള്ള വിധത്തിൽ അനുകൂലമായ രീതിയിലായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഈ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ കഴിവുകേടും കൂടിയുണ്ട്. ഇന്നും രാജ്യങ്ങൾ തമ്മിൽ വ്യാപാര കരാറുകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം കരാറുകൾ വഴി ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് കൊള്ളലാഭം നേടാറുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനയെ എടുക്കാം. നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ ചൈനയെ എടുക്കാം. 21-ാം നൂറ്റാണ്ടിൽ മറ്റ് ലോകരാജ്യങ്ങളുമായി ഇത്രയധികം വ്യാപാര കരാർ ഒപ്പുവെച്ചിട്ടുള്ള മറ്റൊരു രാജ്യം ഉണ്ടോ എന്ന് സംശയമാണ്. 3-ാം ലോകരാജ്യങ്ങളുമായുള്ള ചൈനയുടെ വ്യാപാര കരാറുകളിൽ നിന്ന് കൊള്ളലാഭമാണ് ചൈനീസ് കമ്പനികൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരാളും പറയുകയില്ല ചൈന മറ്റു രാജ്യങ്ങളെ കൊള്ളയടിച്ചെന്ന്, അത് പറയുകയില്ല. അപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കിയതിനെ കൊള്ളയടി എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. മറ്റ് രാജ്യങ്ങളെ കൊള്ളയടിച്ചത് ആരാണെന്ന് അനിൽ മുഹമ്മദിനെ ഞാൻ പറഞ്ഞു തരാം. അതും വെറും കൊള്ളയല്ല, മതത്തിൻ്റെ പിൻബലമുള്ള കൊള്ള. അനിൽ മുഹമ്മദിൻ്റെ പ്രമാണമായ ഹദീസിൽ നിന്ന് തന്നെ തെളിവ് തരാം. ബറാവ് പറയുന്നു, ഖാലിദ് ഇബ്നുൽ വലീദിനോടൊപ്പം തിരുമേനി ഞങ്ങളെ യമനിലേക്ക് അയച്ചു. പിന്നീട് ഖാലിദിൻ്റെ സ്ഥാനത്ത് തിരുമേനി അലിയെയും അയച്ചു. അവിടുന്ന് അരുളി, ഖാലിദിൻ്റെ അനുയായികളിൽ വല്ലവരും നിങ്ങളുടെ കൂടെ പോരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പോന്നുകൊള്ളട്ടെ. അങ്ങനെയല്ല, വല്ലവരും മദീനയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലോ അവർ അങ്ങനെയും ചെയ്യട്ടെ. മദീനയിലേക്ക് പോകാതെ അലിയുടെ കൂടെ പോയവരുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ. എനിക്ക് വളരെയധികം ഊക്കിയ പണം ഗനീമത്തായി കൈവന്നു. ഒരു ഊക്കിയ 40 ദിർഹം ആണ്. ഇത് സ്വഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1634 ഗനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം മുതലാണ്. അതായത് മുസ്ലിം സൈന്യം ഏതെങ്കിലും അമുസ്ലിം ഭൂപ്രദേശത്തെ ആക്രമിച്ച് കൊള്ളയടിക്കുന്നതിലൂടെ ലഭിക്കുന്ന സമ്പത്തിനെയാണ് ഗനീമത്ത് എന്ന് പറയുന്നത്, യുദ്ധാർജിത സ്വത്ത്. യമനിലുള്ളവരെ ആക്രമിച്ചു കൊള്ളയടിച്ചപ്പോൾ വളരെയധികം ഊക്കിയ ദിർഹം ഗനീമത്തായി ലഭിച്ചതിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരു ഹദീസ് നോക്കാം. ഉമർ പറയുന്നു, തിരുമേനി ബനു നളീർ ഗോത്രക്കാരുടെ പക്കൽ നിന്ന് ഗനീമത്തായി പിടിച്ചെടുത്ത തോട്ടം, അതിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും തൻ്റെ കുടുംബത്തിൻ്റെ ഒരു കൊല്ലത്തെ ചിലവിലേക്ക് നീക്കി വയ്ക്കുകയും പതിവായിരുന്നു. സ്വഹീഹുൽ ബുഖാരി അധ്യായം 68 ഹദീസ് നമ്പർ 1837. ബനു നദീർ എന്ന് പറയുന്നത് മദീനയിലുണ്ടായിരുന്ന ഒരു യഹൂദ ഗോത്രമാണ്. ബനു നദീർ ഗോത്രക്കാരുടെ ഈന്തപ്പനത്തോട്ടം മുഹമ്മദ് പിടിച്ചെടുക്കുകയും അതിൽ നിന്നുള്ള വരുമാനം തൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ ഒരു വർഷത്തെ ചിലവിലേക്ക് പതിവായി നീക്കിവെക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഹദീസിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ അധ്വാന ഫലം കൊള്ളയടിച്ച് ആ കൊള്ള മുതൽ കൊണ്ട് സ്വന്തം കുടുംബത്തെ പോറ്റിയ മറ്റൊരു മതസ്ഥാപകനെയും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുകയില്ല. മുഹമ്മദ് അല്ലാതെ വേറൊരാളെ അങ്ങനെ കാണുകയില്ല. നമുക്കിനി വേറെ ചില ഹദീസുകൾ കൂടി നോക്കാം. ഇബ്നു ഉമർ പറയുന്നു, ഖൈബർ യുദ്ധ ദിവസം യുദ്ധത്തിൽ കൈവന്ന സമ്പത്ത് തിരുമേനി കുതിരപ്പടയാളിക്ക് 2 ഓഹരി, കാലാൾക്ക് 1 ഓഹരി എന്ന തോതിലാണ് പങ്കിട്ടു കൊടുത്തത്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1608. അബു മൂസ പറയുന്നു, ഖൈബർ ജയിച്ച ഉടനെയാണ് ഞങ്ങൾ തിരുമേനിയുടെ അടുക്കലെത്തിയത്. ഖൈബറിലെ യുദ്ധസമ്പത്തിൽ നിന്ന് ഞങ്ങൾക്കും ഓഹരികൾ വിഭജിച്ചു തന്നു. ഞങ്ങൾക്കല്ലാതെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മറ്റാർക്കും അവിടുന്ന് വിഹിതം നൽകിയില്ല. സ്വഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1611. അടുത്തൊരു ഹദീസ്, ഉമർ നിവേദനം, ബനു നദീർ ഗോത്രത്തിൻ്റെ ധനം അള്ളാഹു അവൻ്റെ ദൂതന് കൈവരുത്തി കൊടുത്തതാണ്. അതിനായി മുസ്ലിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിക്കുകയുണ്ടായിട്ടില്ല. അപ്പോൾ അത് നബിക്ക് പ്രത്യേകമായി നീക്കിവച്ചിരുന്നു. അതിൽ നിന്ന് പ്രവാചകൻ്റെ കുടുംബത്തിൽ 1 വർഷക്കാലത്തെ ചെലവ് നടത്തിയിരുന്നു. അവശേഷിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധസന്നാഹത്തിനായി കുതിരകൾക്കും ആയുധങ്ങൾക്കുമായി ഉപയോഗിച്ചു. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 48. പുണ്യം എന്ന വാക്ക് ആത്മീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. ഒരു നിരീശ്വരവാദി പുണ്യം എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കില്ല. അവനെ സംബന്ധിച്ച് പാപവും പുണ്യമൊന്നുമില്ല, അതൊക്കെ മനുഷ്യൻ്റെ തോന്നലാണ് എന്നാണ് അവൻ പറയുക. എന്നാൽ ആസ്തിക്യവാദികളെ സംബന്ധിച്ച് അങ്ങനെയല്ല, പാപവും പുണ്യമൊക്കെ അവർക്കുണ്ട്. പുണ്യം എന്ന് പറഞ്ഞാൽ വളരെ ശുഭകരമായത് അല്ലെങ്കിൽ പരിശുദ്ധമായതെന്നൊക്കെയാണ് അവൻ അർത്ഥം കൊടുക്കുക. പക്ഷെ ഇസ്ലാമിൽ അതങ്ങനെയല്ല. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ നിഘണ്ടു വേറെയാണ്. ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ അമുസ്ലിങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി അവരോട് യുദ്ധം ചെയ്യുന്നതാണ് പുണ്യം.
ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, ഹദീസ് വായിക്കാം. ഉർവത്തുൽ ബാരിക്ക് പറയുന്നു, തിരുമേനി അരുളി, കുതിരയുടെ നെറുകയിൽ ലോകാവസാനം വരെ നന്മ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്തിട്ട് ലഭിക്കുന്ന പുണ്യവും യുദ്ധത്തിൽ കൈവരുന്ന ധനവുമാണ് ആ നന്മ. സ്വഹീഹ് ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1196. അപ്പോൾ യുദ്ധത്തെ പുണ്യമായും യുദ്ധം ചെയ്ത് കൊള്ളയടിക്കുന്ന സമ്പത്തിനെ അനുഗ്രഹമായും കാണുന്നവരാണ് പ്രമാണം പഠിച്ച മുസ്ലിങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളൊന്നും ഒരുപക്ഷേ ഈ ഹദീസുകളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല, ഇതൊന്നും അറിയില്ല, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രമാണം പഠിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, പ്രമാണം പഠിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ, ഒസാമ ബിൻ ലാദനെ പോലെ അല്ലെങ്കിൽ ഇവിടെയൊക്കെയുള്ള മുല്ലാക്കന്മാരെ ഉസ്താദുമാരെ പോലെയൊക്കെയുള്ളവരെ, അവർക്കറിയാം ഇതൊക്കെ പുണ്യമാണ്. മറ്റു മതസ്ഥരെ ആക്രമിക്കുന്നത്, അവരെ കൊള്ളയടിക്കുന്നതൊക്കെ ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് പുണ്യമാണെന്നുള്ളത്. ഈ 21-ാം നൂറ്റാണ്ടിലും അങ്ങനെ കരുതുന്ന മുസ്ലിങ്ങളുണ്ടെന്ന് ഐസിസിൻ്റെയും അൽ ഖ്വയ്ദയുടെയും താലിബാൻ്റെയും ബോക്കോ ഹറാമിൻ്റെയും അൽ ഷബാബിൻ്റെയും ഒക്കെ പ്രവൃത്തികൾ നമ്മളോട് പറയുന്നുണ്ട്. പാവപ്പെട്ട മനുഷ്യരെ കൊന്ന് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് വിവരിക്കുന്ന ഹദീസുകൾ ഇനിയും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകും. സമയപരിമിതി കൊണ്ട് ഞാൻ വിശദീകരിക്കാതെ വിടുകയാണ്. ഇത്രയും ഹദീസുകൾ മതിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊള്ളയടിക്കാൻ മുഹമ്മദിനെയും കൂട്ടരെയും പ്രേരിപ്പിച്ചത് എന്താണെന്നറിയണ്ടേ? ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുഹമ്മദ് ഒരു സ്വപ്നം കണ്ടതാണ് കാരണം. ഹദീസ് ഞാൻ വായിക്കാം. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോടുകൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. അപ്രകാരം തന്നെ ശത്രുഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഉടലെടുത്ത ഭയം എനിക്ക് സഹായകരമായി തീർന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഖജാനകളുടെ എല്ലാം താക്കോലുകൾ ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. തിരുമേനി പോയിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആ ഖജാനകളിൽ നിന്ന് ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1241. ഇത് CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയാണ്. ഭൂമിയിലെ സകല ഖജനാവുകളുടെയും താക്കോലുകൾ മുഹമ്മദിൻ്റെ കയ്യിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് മുഹമ്മദിനും മുസ്ലിങ്ങൾക്കും ഈ ഖജനാവുകളിൽ നിന്ന് ധനം വാരിയെടുക്കാമെന്നുള്ള ചിന്ത കൊണ്ടാണ് മുഹമ്മദും മുസ്ലിങ്ങളും മറ്റുള്ളവരെ കൊള്ളയടിച്ച് അവരുടെ അധ്വാന ഫലം കൊണ്ട് സ്വന്തം കുടുംബങ്ങളെ പോറ്റാൻ തുടങ്ങിയത്. മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ടും മുസ്ലിങ്ങളത് നിർത്തിയില്ല. അതുകൊണ്ടാണ് അബൂ ഹുറൈറ പറയുന്നത്, തിരുമേനി പൊയ്ക്കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ ഖജാനകളിൽ നിന്ന് ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇന്ത്യ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ മുഹമ്മദ് മരിച്ച് 5 കൊല്ലമായപ്പോഴേക്കും ഇന്ത്യയെ ആക്രമിക്കാൻ മുസ്ലിം സൈന്യം കടൽ കടന്നു വന്നു എന്നുള്ള അമ്പരപ്പിക്കുന്ന വിവരം നമുക്ക് കിട്ടും. പ്രമുഖ ഇന്ത്യൻ ചരിത്രകാരനായ R.C. മജുംദാർ ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ വോളിയം 3 പേജ് 167 പറയുന്നത്, ഖലീഫ ഉമർ അധികാരത്തിലെത്തിയപ്പോൾ, അതായത് AD 637 അധികാരത്തിലെത്തി ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 637 ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി 3 നാവിക വ്യൂഹത്തെ അയച്ചിരുന്നെന്നും അതിലൊന്ന് മുംബൈക്കടുത്തുള്ള താനെ വരെ എത്തിയിരുന്നു എന്നുമാണ്. മറ്റ് 2 എണ്ണം ബർവാസിനും ദേബാളിനും നേരെയായിരുന്നു. അത് ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പ്രദേശങ്ങളാണത്. അപ്പോൾ അതിന് നേരെയാണ്. എന്നാൽ ഒരു കപ്പൽ വ്യൂഹം വന്നത് മുംബൈക്കടുത്ത് താനയിൽ, ഇന്നത്തെ മുംബൈക്കടുത്ത് താനയിൽ ആ പ്രദേശത്താണ് വന്നത്. അതായത് അറബി മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഇന്ത്യൻ ആക്രമണം നടന്നത് AD 637 എന്ന് വെച്ചാൽ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് വെറും 5 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി മദീനയിൽ നിന്നും മുസ്ലിം സൈന്യം ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു എന്ന് സാരം. ഇത് പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു എന്നും പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് പതിവ് പോലെ തക്കിയിറക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ നിന്നും ഒരാളും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മദീനയിലേക്ക് പോയിട്ടില്ല. അന്നല്ല, ഒരിക്കലും പോയിട്ടില്ല ഇന്ത്യയിൽ നിന്ന് ആരും മദീനയിലേക്ക് സൈന്യവുമായിട്ട്. മാത്രമല്ല, ആക്രമണം നടക്കുന്നത് മക്കയിലോ മദീനയിലോ എന്തിന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ പോലുമോ ആയിരുന്നില്ല, ഇന്ത്യയുടെ മണ്ണിൽ വെച്ചായിരുന്നു. അന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെങ്കിൽ ഒറ്റ ഒരു മുസ്ലിം പോലും ഉണ്ടായിരുന്നില്ല താനും. എന്തുകൊണ്ടാണ് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് 5 കൊല്ലം തികയുന്നതിന് മുമ്പേ ഖലീഫ ഉമർ മദീനയിൽ നിന്നും ഇന്ത്യയെ ആക്രമിക്കാൻ മുസ്ലിം സൈന്യത്തെ അയച്ചത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നാം അന്വേഷിക്കുമ്പോഴാണ് ഗസ്വെ ഈ ഹിന്ദ് കാറ്റഗറിയിൽപ്പെട്ട ഹദീസുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മുസ്ലിങ്ങൾ ആക്രമിക്കുന്നതിനെക്കുറിച്ചുള്ള മുഹമ്മദിൻ്റെ പ്രവചനങ്ങളാണ് ഈ കാറ്റഗറിയിലുള്ള ഹദീസുകളിൽ വരുന്നത്. ഇന്ത്യയെ ആക്രമിക്കുന്ന മുസ്ലിങ്ങൾക്ക് പാപമോചനം കിട്ടും, ആ മുസ്ലിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. ഹദീസ് ഞാൻ ഒരെണ്ണം വായിക്കാം.
അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, എൻ്റെ സമുദായത്തിൽപ്പെട്ട 2 വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് മോചിപ്പിക്കും. ഒന്ന്, ഇന്ത്യയെ ആക്രമിക്കുന്ന ആളുകൾ. 2, മറിയമിൻ്റെ മകൻ ഈസയോടൊപ്പമുള്ള ആളുകൾ. സുനാൻ അന്നസായി വോളിയം 1 ബുക്ക് 25 ഹദീസ് നമ്പർ 3117. ഇത്തരം ഹദീസുകൾ ഉള്ളതുകൊണ്ടാണ് നരകത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും ഇന്ത്യയെ കൊള്ളയടിച്ച് സമ്പത്തുണ്ടാക്കാനും വേണ്ടി മദീന മരുഭൂമിയിൽ കിടന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് സൈന്യവുമായി വന്നത്. ആ കൊള്ളയടി ഏകദേശം 1000 വർഷത്തിലധികം നീണ്ടു നിന്നു. ഡോക്ടർ അംബേദ്കർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ അംബേദ്കർ ഇത് പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന അംബേദ്കറുടെ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള പ്രബന്ധമുണ്ട്. ആ പ്രബന്ധത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് ഉദ്ധരിക്കുന്നത്. മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ വന്ന അറബികളാണ് ആദ്യം ഇന്ത്യ ആക്രമിച്ചത്. AD 711 നടന്ന ഈ ആക്രമണം സിന്ധിൻ്റെ പിടിച്ചടക്കലിൽ കലാശിച്ചു. ബാഗ്ദാദിലെ കാലിഫ് ഭരണകൂടത്തിൻ്റെ ആജ്ഞാനുസരണമാണ് ഈ ആക്രമണം നടന്നത്. AD 9-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ഈ വിദൂര പ്രവിശ്യയുടെ നേരിട്ടുള്ള നിയന്ത്രണം പിൻവലിക്കാൻ കാലിഫ് നിർബന്ധിതനായി. അതിനാൽ ഈ പ്രഥമ മുസ്ലിം ആക്രമണം സ്ഥിരമായ അധിനിവേശത്തിൽ കലാശിച്ചില്ല. അവരുടെ പിന്മാറ്റം കഴിഞ്ഞ് അധികം കാലമാകുന്നതിന് മുമ്പ് തന്നെ ഗസ്നിയിലെ മുഹമ്മദിൻ്റെ രൂക്ഷമായ ആക്രമണങ്ങളുടെ ഒരു പരമ്പര AD 1001 ആരംഭിച്ചു. മുഹമ്മദ് ഗസ്നി 1030 മരണമടഞ്ഞുവെങ്കിലും ആ ഹ്രസ്വമായ 30 വർഷക്കാലത്തിനുള്ളിൽ 17 തവണ ഗസ്നി ഇന്ത്യയെ ആക്രമിച്ചു. ഗസ്നിയെ തുടർന്ന് മുഹമ്മദ് ഘോറി 1173 ആക്രമണകാരി എന്ന നിലയിൽ രംഗപ്രവേശം ചെയ്തു. 1206 ഘോറി വധിക്കപ്പെട്ടു. 30 കൊല്ലം ഗസ്നിയിലെ മുഹമ്മദ് ഇന്ത്യയിൽ കൊള്ളയടി തുടർന്നു. 30 കൊല്ലം മുഹമ്മദ് ഘോറി അതേ രാജ്യത്തെ അതേ രീതിയിൽ കൊള്ളയടിച്ചു. അവരുടെ പിന്നാലെ ചെങ്കിസ് ഖാൻ്റെ മുഗൾ പടയാളി സംഘങ്ങളുടെ കടന്നാക്രമണങ്ങൾ ആരംഭിച്ചു. 1221 അവർ ആദ്യമായി വന്നെത്തിയത്. അപ്പോൾ അവർ ഇന്ത്യയുടെ അതിർത്തിയിൽ താവളമടിച്ചതല്ലാതെ ഈ നാട്ടിനുള്ളിൽ കടന്നില്ല. 20 വർഷം കഴിഞ്ഞ് അവർ ലാഹോർ ആക്രമിച്ച് നശിപ്പിച്ചു. മുഗളരുടെ കടന്നാക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും രൂക്ഷമായത് 1398 തൈമൂറിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. അതിനുശേഷം ബാബർ എന്നൊരു പുതിയ ആക്രമണകാരി രംഗത്ത് വന്നു. അദ്ദേഹം 1526 ആക്രമണം ആരംഭിച്ചത്. 2 ആക്രമണങ്ങൾ കൂടി നടക്കുകയുണ്ടായി. 1738 നാദിർ ഷായുടെ നേതൃത്വത്തിലുള്ള ആക്രമണകാരികൾ വെള്ളപ്പൊക്കം ബാധിച്ച ഒരു നദിയെന്നോണം സമുദ്രതുല്യം ആർത്തിരമ്പിക്കൊണ്ട് പഞ്ചാബിലൊട്ടാകെ ചെന്നെത്തി. നാദിർ ഷായ്ക്ക് പിന്നാലെ അഹമ്മദ് ഷാ അബ്ദല്ലി 1761 ഇന്ത്യയെ ആക്രമിക്കുകയും പാനിപ്പട്ടിൽ വച്ച് മറാഠ സേനകളെ തകർക്കുകയും മുസ്ലിം ആക്രമണകാരികൾ കൈയടക്കി കഴിഞ്ഞിരുന്ന അടിത്തറ വീണ്ടെടുക്കാനുള്ള ഹിന്ദുക്കളുടെ ഉദ്യമത്തെ എന്നേക്കുമായി അടിച്ചമർത്തുകയും ചെയ്തു. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വോളിയം 15 പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം പേജ് 50-51. ഈ മുസ്ലിങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുപോയ സമ്പത്തിൻ്റെ കണക്ക് എത്രയെന്ന് ആർക്കും അറിയില്ല. പണം മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയും അടിമകളായി മുസ്ലിങ്ങൾ കൊണ്ടുപോയിരുന്നു. മുഹമ്മദ് ഗസ്നിയുടെ കാലത്ത് ഇന്ത്യൻ അടിമകൾ ഗസ്നിയിൽ സുലഭമായിരുന്നു. ഈ ലോക്ക്ഡൗണിന് മുമ്പ് കേരളത്തിൽ ബംഗാളികൾ അല്ലെങ്കിൽ ബീഹാറികൾ, ആസാമികൾ അങ്ങനെയായിട്ട് അവിടെ നിന്നുള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ആയിരുന്നു അന്ന് ഗസ്നിയിൽ എവിടെ നോക്കിയാലും ഇന്ത്യൻ അടിമകളെ കാണാമായിരുന്നു എന്ന് ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അംബേദ്കർ ഇതേ പ്രബന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്. നാദിർ ഷായുടെ കൊള്ളയടിയാണെങ്കിൽ ഇതിനേക്കാൾ ഭയാനകമായിരുന്നു. ലോകപ്രശസ്ത സൈനിക ചരിത്രകാരനായ പ്രൊഫസർ സ്പെൻസർ സി ടക്കർ എഡിറ്റ് ചെയ്ത 2 വാല്യങ്ങളുള്ള ഒരു ബൃഹത് ഗ്രന്ഥമുണ്ട്. 500 ഗ്രേറ്റ് മിലിറ്ററി ലീഡേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ആ ഗ്രന്ഥത്തിൻ്റെ 540-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ട് വായിക്കുകയാണ് നിങ്ങളുടെ മുമ്പാകെ. കർമാറിലെ യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം മുഹമ്മദ് ഷായുടെ തലസ്ഥാനമായ ഡൽഹിയുടെ നേർക്ക് നാദിർ ഷാ സൈനിക നീക്കം നടത്തുകയും 1738 മാർച്ച് 9 അത് കൈവശപ്പെടുത്തുകയും രാജകീയ ഖജനാവിലെ സമ്പത്ത് മാത്രമല്ല മയൂര സിംഹാസനവും നാദിർ ഷാ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം പേർഷ്യൻ സാമ്രാജ്യ ശക്തിയുടെ പ്രതീകമായി മയൂര സിംഹാസനം മാറി. ലോകത്തിൽ അന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ രത്നമായിരുന്ന കോഹിനൂറും ദര്യ എ നൂർ അഥവാ പ്രകാശക്കടൽ എന്ന രത്നവും, ഈ കോഹിനൂർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ മല എന്നാണ്. ദര്യ എ നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ കടൽ എന്നാണ്.
അപ്പോൾ ഇങ്ങനെ ഈ 2 രത്നവും മറ്റ് അതിശയകരമായ ആഭരണങ്ങളുടെ കൂട്ടത്തിൽ നാദിർ ഷാ കൊള്ളയടിച്ചു. പേർഷ്യൻ സൈന്യം 1739 മെയ് മാസത്തിൽ ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആയിരക്കണക്കിന് ആനകളുടെയും കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്ത് പേർഷ്യൻ മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് കൊള്ളയടിച്ച അമൂല്യ വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ആയിരക്കണക്കിന് ഇന്ത്യൻ ആൺകുട്ടികളും പെൺകുട്ടികളും അടിമകളായി അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ച സമ്പത്തിൻ്റെ ആധിക്യം മൂലം പേർഷ്യയിൽ മടങ്ങിയെത്തിയ നാദിർ ഷാ തുടർന്നുള്ള 3 വർഷത്തേക്ക് ഇറാനിൽ നികുതി നിർത്തലാക്കി. 500 ഗ്രേറ്റ് മിലിറ്ററി ലീഡേഴ്സ്, പേജ് 540. കഴിഞ്ഞ 1000 വർഷക്കാലത്തിനിടയ്ക്ക് മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വിലമതിപ്പുള്ള നിധിയായി മയൂര സിംഹാസനത്തെ കണക്കാക്കി പോരുന്നു. 1150 കിലോഗ്രാം സ്വർണവും കോഹിനൂർ അടക്കം 230 കിലോഗ്രാം വില പിടിച്ച രത്നക്കല്ലുകളും ഉപയോഗിച്ചാണ് 7 വർഷം കൊണ്ട് ഷാജഹാൻ ചക്രവർത്തിയുടെ കൽപ്പനയാൽ മയൂര സിംഹാസനം പണിതീർത്തത്. 1999 കണക്കനുസരിച്ച് ഇതിന് ഏകദേശം $80.4 കോടി, അതായത് $80.40 വിലമതിക്കുന്നു. ഇത് നിർമ്മിച്ച അവസരത്തിൽ താജ്മഹൽ നിർമ്മിക്കാനെടുത്തതിൻ്റെ ഇരട്ടി തുക ചിലവായിരിക്കണമെന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നുണ്ട്. മയൂര സിംഹാസനത്തിൻ്റെ മാത്രം കാര്യമാണ് ഇത്. ഇതുപോലെ തന്നെയുള്ള മറ്റ് സമ്പത്തുകളും നാദിർ ഷാ കൊള്ളയടിച്ചു. ഇത്രയധികം സമ്പത്ത് കിട്ടിയത് കൊണ്ടാണ് നാദിർ ഷാ തൻ്റെ സാമ്രാജ്യത്തിൽ അടുത്ത 3 വർഷത്തേക്ക് നികുതി പിരിവ് ഒഴിവാക്കിയത്. ആലോചിച്ച് നോക്കണം. ഒരു പ്രദേശം വന്ന് അല്ലെങ്കിൽ ഇന്ത്യ വന്ന് അവർ കൊള്ളയടിച്ചിട്ട് അങ്ങ് തിരിച്ചു പോയി കഴിഞ്ഞാൽ പറഞ്ഞു ഇനി നിങ്ങൾ നികുതി അടയ്ക്കണ്ട. കാരണം അത്രയധികം ആയിരക്കണക്കിന് കോടി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്താണ് ഇവിടെ നിന്ന് അവർ അടിച്ചുകൊണ്ട് പോയത്. പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരനായ ബിപിൻ ചന്ദ്രയുടെ ആധുനിക ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനം എന്ന അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് കൂടി ഞാൻ വായിക്കാം. ഇന്ത്യക്ക് പേര് നേടിക്കൊടുത്ത അനിതര സാധാരണമായ സമ്പത്താണ് നാദിർ ഷായെ ആകർഷിച്ചത്. തുടർച്ചയായ യുദ്ധങ്ങൾ പേർഷ്യയെ പാപ്പരാക്കി. തൻ്റെ കൂലിപ്പട്ടാളത്തെ പോറ്റിപ്പുലർത്താൻ അടിയന്തിരമായി പണം ആവശ്യമുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള യുദ്ധക്കൊള്ള മുതൽ അതിനൊരു പരിഹാരമായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള ദൗർബല്യം അത്തരമൊരു കൊള്ള സാധ്യമാക്കി. 1738 അവസാനത്തോടെ നാദിർ ഷാ ഇന്ത്യയിൽ എതിർപ്പ് കൂടാതെ പ്രവേശിച്ചു. വർഷങ്ങളായി വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലെ പ്രതിരോധം അവഗണിച്ചിരിക്കുകയായിരുന്നു. ശത്രു ലാഹോർ കൈയടക്കുന്നതുവരെ അപകടം തീർത്തും മനസ്സിലായിരുന്നില്ല. അതിനുശേഷം ദ്രുതഗതിയിൽ ഡൽഹിയുടെ സുരക്ഷയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. എന്നാൽ വിഘടിച്ചു നിന്ന പ്രഭുക്കന്മാർ ശത്രുവിനെ ദർശിച്ചിട്ട് പോലും ഒന്നിച്ചു നിൽക്കാൻ കൂട്ടാക്കിയില്ല. പ്രതിരോധത്തിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചോ പ്രതിരോധ സേനയെ ആര് നയിക്കുമെന്നതിനെക്കുറിച്ചോ ഒരു യോജിപ്പിലെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അനൈക്യവും മോശപ്പെട്ട നേതൃത്വവും പരസ്പരമുള്ള അസൂയയും അന്ധവിശ്വാസവും പരാജയത്തിലേക്ക് മാത്രമേ നയിക്കുമായിരുന്നുള്ളൂ. 1739 ഫെബ്രുവരി 13 കർണാലിൽ വെച്ച് 2 സൈന്യങ്ങളും ഏറ്റുമുട്ടി. മുഗൾ സൈന്യത്തിന് ആക്രമണകാരി കനത്ത പരാജയമേൽപ്പിച്ചു. മുഹമ്മദ് ഷാ ചക്രവർത്തിയെ തടവുകാരനാക്കുകയും നാദിർ ഷാ ഡൽഹിയിലേക്ക് മുന്നേറുകയും ചെയ്തു. തൻ്റെ സൈനികരിൽ ചിലരെ കൊന്നതിനു പകരമായി സാമ്രാജ്യ തലസ്ഥാനത്തെ ജനങ്ങളെ ഭീതിതമായി കൊല ചെയ്യാൻ നാദിർ ഷാ ഉത്തരവ് നൽകി. അത്യാഗ്രഹിയായ ആക്രമണകാരി രാജാവിൻ്റെ ഭണ്ഡാരനിധിയും മറ്റ് രാജകീയ സ്വത്തുക്കളും കൈക്കലാക്കുകയും പ്രമുഖരായ പ്രഭുക്കന്മാരിൽ നിന്ന് കപ്പം വാങ്ങുകയും സമൃദ്ധമായ ഡൽഹിയെ കൊള്ളയടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മൊത്തം 70 കോടി രൂപയുടെ കൊള്ള മുതൽ ലഭിച്ചുവെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. തൻ്റെ സ്വന്തം രാജ്യത്തെ 3 വർഷത്തേക്ക് നികുതി വിമുക്തമാക്കാൻ ഇതുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രസിദ്ധമായ കോഹിനൂർ വജ്രവും രത്നങ്ങൾ പതിച്ച ഷാജഹാന്റെ മയൂര സിംഹാസനവും അദ്ദേഹം കടത്തിക്കൊണ്ടുപോയി. ബിപിൻ ചന്ദ്ര, ആധുനിക ഇന്ത്യ, പേജ് 16-17. അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. പാപ്പരായി പോയ അവസ്ഥയിലാണ് പേർഷ്യൻ സാമ്രാജ്യം ഉണ്ടായത്. തുടർച്ചയായ യുദ്ധങ്ങൾ മൂലം നാദിർ ഷാ അധികാരത്തിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ കാരണം ഈ പേർഷ്യൻ സാമ്രാജ്യം പാപ്പരായിപ്പോയി. ആകെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പാപ്പരായിപ്പോയി. അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയെ കൊള്ളയടിക്കാൻ വരുന്നത്. ഇന്ത്യയെ കൊള്ളയടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നികുതി വേണ്ട. 3 കൊല്ലത്തേക്ക് നിങ്ങൾ നികുതി അടയ്ക്കേണ്ടെന്ന് പറയത്തക്ക വണ്ണം ആ രാജ്യം സമ്പന്നമായി തീർന്നു. പാപ്പരായി കിടന്ന ഒരു രാജ്യം 3 വർഷത്തേക്ക് തൻ്റെ സാമ്രാജ്യത്തിലുള്ള പ്രജകളൊന്നും നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് പറയത്തക്ക വണ്ണം അതിസമ്പന്നമായി തീർന്നു. എങ്ങനെ? ഇന്ത്യയെ കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട്. അതിനെയാണ് കൊള്ള എന്ന് വിളിക്കേണ്ടത്, അല്ലാതെ കച്ചവടത്തിൽ കൊള്ളലാഭം ഉണ്ടാക്കിയതിനല്ല കൊള്ളയടി എന്ന് പറയേണ്ടത്. മനസ്സിലായോ അനിൽ മുഹമ്മദേ?
1739 70 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയ്ക്ക് അത് എത്ര ലക്ഷം കോടി വരുമെന്ന് കണക്ക് കൂട്ടി നോക്കിക്കോ. ഡൽഹിയിലെ നിരായുധരും സാധാരണക്കാരുമായ ജനങ്ങളെ നാദിർ ഷാ കശാപ്പ് ചെയ്തതിൻ്റെ വിവരണങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ രക്തം ഉറഞ്ഞു പോകും. അത്ര ക്രൂരമായിട്ടാണ് അത്. ശരിക്കൊരു ബുച്ചർ, കശാപ്പുകാരൻ്റെ രീതിയിലാണ് ഈ നാദിർ ഷായുടെ സൈനികർ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ കൊന്നുകളഞ്ഞത്. ഏതായാലും ഇവിടുത്തെ വിഷയം കൊള്ളയടിയായതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ വിശദമായിട്ട് ഒന്നും പറയാത്തത്. അതും ആ പുസ്തകത്തിനകത്തുണ്ട്, വേറെ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പോൾ നാദിർ ഷാ മാത്രമല്ല, അയാളുടെ സൈന്യാധിപനായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലിയും പിന്നീട് ഇന്ത്യയെ ആവർത്തിച്ച് ആക്രമിച്ച് കൊള്ളയടിച്ചിട്ടുണ്ട്. ബിപിൻ ചന്ദ്ര എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. വടക്ക് പടിഞ്ഞാറൻ പ്രതിരോധം ദുർബലമായതിൻ്റെ ഫലമായി അഹമ്മദ് ഷാ അബ്ദാലിയുടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ കൊണ്ട് സാമ്രാജ്യം തീർത്തും തകർക്കപ്പെട്ടു. നാദിർ ഷായുടെ കഴിവുറ്റ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്നു അഹമ്മദ് ഷാ അബ്ദാലി. യജമാനന്റെ മരണശേഷം അഫ്ഗാനിസ്ഥാനിൽ തൻ്റെ അധികാരം ഉറപ്പിക്കുന്നതിൽ അയാൾ വിജയിച്ചു. 1748 1767 ഇടയ്ക്ക് ഡൽഹിയും മധുരയും വരെ ഉത്തരേന്ത്യയിൽ ആവർത്തിച്ച് ആക്രമണം നടത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ബിപിൻ ചന്ദ്ര, ആധുനിക ഇന്ത്യ, പേജ് 17. നാദിർ ഷായുടെയും അബ്ദാലിയുടെയും ആക്രമണങ്ങളുടെയും മുഗൾ പ്രഭുക്കന്മാരുടെ ആഭ്യന്തര കലഹത്തിൻ്റെയും ഫലമായി 1761 ആയപ്പോഴേക്കും പ്രായോഗികമായി ഇന്ത്യ ആകമാനമുള്ള സാമ്രാജ്യമെന്ന നിലനിൽപ്പ് മുഗൾ സാമ്രാജ്യത്തിന് നഷ്ടമായി. അത് ഡൽഹി രാജ്യമെന്ന നിലയിൽ മാത്രം തുടർന്നു. ഡൽഹി ദിവസം തോറുമുള്ള കലാപങ്ങളുടെയും അസ്വസ്ഥതകളുടെയും അരങ്ങായി. ബിപിൻ ചന്ദ്ര, ആധുനിക ഇന്ത്യ, പേജ് 17. മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ കാരണങ്ങൾ ബിപിൻ ചന്ദ്ര വിവരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിനകത്ത്. ആ കാരണങ്ങളിൽ ഏറ്റവും അവസാനത്തെ കാരണമായി അദ്ദേഹം പറയുന്നത് ഇതാണ്, ഞാനത് വായിക്കാം. തുടർച്ചയായുണ്ടായ വൈദേശികാധിനിവേശങ്ങളിൽ നിന്നാണ് മുഗൾ സാമ്രാജ്യത്തിന് ഏറ്റവും ഒടുവിലത്തെ പ്രഹരം ലഭിച്ചത്. സാമ്രാജ്യത്തിൻ്റെ ദൗർബല്യത്തിൻ്റെ പരിണിത ഫലമായി സംഭവിച്ച നാദിർ ഷായുടെയും അഹമ്മദ് ഷാ അബ്ദാലിയുടെയും ആക്രമണം സാമ്രാജ്യത്തിൻ്റെ സമ്പത്ത് ചോർത്തുകയും വടക്കൻ മേഖലയിൽ വ്യാപാരവും വ്യവസായവും തകർക്കുകയും സൈനിക ബലം ഏകദേശം അപ്പാടെ തന്നെ നശിപ്പിക്കുകയും ചെയ്തു. പ്രതിസന്ധിയിൽ വലയ്ക്കപ്പെട്ട സാമ്രാജ്യത്തിന് കരകയറാനുള്ള അവസാന പ്രതീക്ഷയെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്ന വെല്ലുവിളി തട്ടിക്കളഞ്ഞു. ഈ അവസാന വസ്തുതയിലാണ് മുഗൾ സാമ്രാജ്യാധപതനത്തിൻ്റെ മുഖ്യമായ അനന്തരഫലം കുടികൊള്ളുന്നത്. ബിപിൻ ചന്ദ്ര, ആധുനിക ഇന്ത്യ, പേജ് 27. ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെ സമ്പത്ത് ചോർത്തുകയും ഉത്തരേന്ത്യയിലെ വ്യാപാരവും വ്യവസായവും തകർക്കുകയും ചെയ്തത് നാദിർ ഷായുടെയും അയാളുടെ സൈന്യാധിപൻ അഹമ്മദ് ഷാ അബ്ദാലിയുടെയും കൊള്ളയടികളായിരുന്നു എന്നാണ് പ്രസിദ്ധ ഇന്ത്യൻ ചരിത്രകാരനായ ബിപിൻ ചന്ദ്ര പറയുന്നത്. ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയും അതിൻ്റെ അനന്തരഫലമായി വ്യാപാരവും വ്യവസായവും നടത്താൻ പണമില്ലാതെ ഇന്ത്യൻ വ്യാപാര വ്യവസായ രംഗം തകർക്കുകയും ചെയ്തത് ബ്രിട്ടീഷുകാരല്ല അനിൽ മുഹമ്മദേ, അത് ഇറാനിൽ നിന്നും വന്ന മുസ്ലിം ആക്രമണകാരികൾക്കാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തമുള്ളത്. അതായത് അനിൽ മുഹമ്മദിൻ്റെ മതത്തിൽപ്പെട്ടവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ സത്യത്തിൽ ഇന്ത്യയിലെ വ്യാപാര വ്യവസായ രംഗം മെച്ചപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. വ്യാപാര ആവശ്യത്തിന് വേണ്ടി അവർ പണിത റോഡുകളും റെയിലുകളും വ്യവസായ സ്ഥാപനങ്ങളും തോട്ടങ്ങളും ഫാക്ടറികളും ഒക്കെ ഇന്നും ഇന്ത്യയിലുണ്ട്. ഈ മുസ്ലിം ആക്രമണകാരികൾ ഇന്ത്യയിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ഗുണകരമായിട്ട്? ഇനി ആക്രമണകാരികളുടെ കാര്യം പോട്ടെ, കൊള്ളയടിക്കാൻ വരുന്നവൻ ഒരിക്കലും നാടിന് നന്മയില്ല നമുക്കറിയാം, അവരുടെ കാര്യം പോട്ടെ. ഇവിടെ മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായിരുന്നല്ലോ, നൂറ്റാണ്ടുകളോളം മുസ്ലിം ഭരണാധികാരികളോടെ ഇന്ത്യ ഭരിച്ചല്ലോ. ഈ മുസ്ലിം ഭരണാധികാരികളുടെ കാര്യം നമുക്കെടുക്കാം. ഇന്ത്യൻ ജനതയ്ക്ക് പ്രയോജനമുള്ള എന്താണ് അവരിവിടെ ചെയ്തിട്ടുള്ളത്? കുറേ കോട്ടകൾ പണിതിട്ടുണ്ട്, കുറേ പൂന്തോട്ടങ്ങൾ പണിതിട്ടുണ്ട്, ഭാര്യമാർക്കും കാമുകിമാർക്കും വേണ്ടി കുറേ ശവകുടീരങ്ങൾ പണിതിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ തകർത്തും അല്ലാതെയും കുറേ മോസ്കുകൾ പണിതിട്ടുണ്ട്, സ്വന്തം പേര് നിലനിർത്താൻ വേണ്ടി അവിടെ ഇവിടെ കുറേ മിനാരങ്ങൾ പണിതിട്ടുണ്ട്. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ട് സാധാരണക്കാരായ പൊതുജനത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു പ്രയോജനവും ഇല്ല. അവരുടെ നികുതിപ്പണം കൊണ്ടും പിന്നെ അമുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ജിസിയ എന്ന മതനികുതി കൊണ്ടും കുറേ ഉദ്യാനങ്ങളും രമ്യഹർമ്മങ്ങളും മോസ്കുകളും മിനാരങ്ങളും പണിതവന്മാരെയൊക്കെ ഇന്ന് മഹാന്മാരായ ഭരണാധികാരികളായി വാഴ്ത്തപ്പെടുകയും സഹസ്രാബ്ദങ്ങളായുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ നിശ്ചലാവസ്ഥ തകർത്ത് ഈ നാടിനെ ആധുനികതയിലേക്ക് കൊണ്ടുവരാൻ അടിസ്ഥാന വികസനത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്ത ബ്രിട്ടീഷുകാരെ കൊള്ളയടിക്കാരായും ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ചരിത്രബോധമുള്ളവർക്ക് ചിരി വരും. ബിപിൻ ചന്ദ്ര എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. മറുവശത്ത് യൂറോപ്യന്മാർ
ഇന്ത്യയുടെ പടിവാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നത് മേലേക്കിടയിലുള്ള സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞ സമൂഹത്തിൽ നിന്ന് വന്നവരും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൂടുതൽ അറിവുള്ളവരുമായവർക്ക് പ്രയോജനകരമായി തീർന്നു. മുഗൾ സാമ്രാജ്യാധപതനത്തിൻ്റെ ദുരന്തമെന്നത് അതിൻ്റെ മൂടുപടം ഒരു വിദേശ ശക്തിയുടെ മേൽ വീണുവെന്നതാണ്. സ്വന്തം താൽപ്പര്യങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഘടനയുടെ സ്ഥാനത്ത് ഒരു കൊളോണിയൽ ഘടന പ്രതിഷ്ഠിച്ചു എന്നതാണ്. എന്നാൽ ഈ തിന്മയിൽ നിന്നും ചില സദ്ഫലങ്ങളും ഉണ്ടാകാനിരിപ്പുണ്ടായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ നിശ്ചലാവസ്ഥ തകരുകയും മാറ്റത്തിൻ്റെ നവശക്തികൾ ആവിർഭവിക്കുകയും ചെയ്തു. കൊളോണിയൽ ബന്ധത്തിൽ നിന്നും വളർന്നു വന്ന ഈ പ്രക്രിയ അതോടൊപ്പം കടുത്ത ദുരിതവും ദേശീയമായ ഛിദ്രവും കൊണ്ടുവന്നു. സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക പിന്നോക്കാവസ്ഥ എടുത്തു പറയേണ്ടതില്ല. എന്നാൽ മാറ്റത്തിൻ്റെ ഈ നവശക്തികളാണ് ആധുനിക ഇന്ത്യക്ക് ചലനാത്മകത പ്രദാനം ചെയ്തത്. ബിപിൻ ചന്ദ്ര, ആധുനിക ഇന്ത്യ, പേജ് 27. അനിൽ മുഹമ്മദ് പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ വരുന്ന ഇസ്ലാം മതമുണ്ടല്ലോ, ആ മതവും ആ മതത്തിലെ വിശ്വാസികളും ഈ നാടിനോട് ചെയ്തതുപോലെയുള്ള ഒരു ദ്രോഹം വേറെ ആരെങ്കിലും ഈ നാടിന് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവർ ഈ നാടിനെ കൊള്ളയടിച്ചതുപോലെ വേറെ ഒരു കൂട്ടരും കൊള്ളയടിച്ചിട്ടില്ല. എന്നിട്ടും അനിൽ മുഹമ്മദ് എന്താണ് പറയുന്നത്? നമുക്ക് ആ ക്ലിപ്പ് ഒരു വട്ടം കൂടി കേട്ടു നോക്കാം. ഈ ചരിത്രമൊക്കെ അറിഞ്ഞതിന് ശേഷം ആ ക്ലിപ്പ് ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ അനിൽ മുഹമ്മദ് പറഞ്ഞതിലെ അശ്ലീലം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി പിടികിട്ടും. ഈ വർഷങ്ങളായി ഹിന്ദു മുസ്ലിം തർക്കം ഈ രാജ്യത്തുണ്ടാക്കുന്നതിന് കാരണക്കാരാരാ? ബ്രിട്ടീഷുകാരല്ലേ? അവരെ ബ്രിട്ടീഷുകാരെന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ? അവരേത് മതത്തിൽപ്പെട്ടവരാണ്? ജിഹാദികളാണോ? അങ്ങനെ എന്തെല്ലാം ലോകം മുഴുവൻ കൊള്ളയടിച്ചതിൽ എത്ര പേരുണ്ടച്ചോ? അതൊന്നും ഇപ്പോഴത്തെ സഹോദരരായ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ക്രൈസ്തവരോടോ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരോടോ പറഞ്ഞ് അതിൻ്റെ കണക്ക് തീർക്കുന്നതിൽ അർത്ഥമില്ല. അത് വിഡ്ഢിത്തമാണ്, ഒരു കാലത്ത് നടന്നു പോയതാണ്. ജിഹാദികളുടെ സ്ഥിരം സ്വഭാവമാണിത്. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് വിശ്വസിക്കുന്നവരാണ് ജിഹാദികൾ. ആശയതലത്തിലായാലും ഇതേ വിശ്വാസമാണ് അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരെ ആരെങ്കിലും ഉന്നയിക്കാൻ സാധ്യതയുള്ള ആരോപണങ്ങളെ അവരുന്നയിക്കുന്നതിന് മുമ്പേ അവർക്കെതിരെ ഉന്നയിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു തന്ത്രമാണ്. ഒരു ഉദാഹരണം പറയാം. ഖുർആൻ എന്ന പുസ്തകം ഏറ്റവും കുറഞ്ഞത് 3 വട്ടം തിരുത്തപ്പെട്ട പുസ്തകമാണ്. അതിനെക്കുറിച്ചൊരു ചോദ്യം വന്നാൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെന്താ ചെയ്യാമെന്നറിയാമോ? മറ്റുള്ളവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം തിരുത്തപ്പെട്ടതാണ് എന്നങ്ങ് ആരോപിക്കും. യാതൊരു തെളിവുമില്ലാതെ ചുമ്മാ അങ്ങ് ആരോപിക്കുകയാണ്. അങ്ങനെ ആരോപിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ഞാൻ വിശ്വസിക്കുന്ന പുസ്തകം തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ അവൻ കഷ്ടപ്പെടുകയാണ്. പിന്നെ അതല്ലാതെ ഒരിക്കലും ഖുർആൻ തിരുത്തപ്പെട്ടതാണെന്നും പറഞ്ഞ് തിരിച്ചാക്രമിക്കാൻ നിൽക്കുകയില്ല. അത് ഇവർക്കറിയാം. ഇവിടെയും അതേ തന്ത്രം തന്നെയാണ് അനിൽ മുഹമ്മദ് പുറത്തെടുക്കുന്നത്. ഈ നാടിനെ കൊള്ളയടിച്ചിട്ടുള്ളത് മുസ്ലിം ആക്രമണകാരികളും മുസ്ലിം ഭരണാധികാരികളുമാണ്. അതിനെക്കുറിച്ചുള്ള ചോദ്യം വരാതിരിക്കാൻ അനിൽ മുഹമ്മദ് ഒരു മുഴം മുന്നേ എറിയുകയാണ്. ക്രിസ്ത്യാനികൾ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ടൊരു ഔദാര്യവും. അത് പണ്ടത്തെ ക്രിസ്ത്യാനികളാണ്, ഇപ്പോഴുള്ള ക്രിസ്ത്യാനികൾ അതിന് സമാധാനം പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്ന്. ആരുടെ കണ്ണിൽ പൊടിയിടാമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് മിസ്റ്റർ അനിൽ മുഹമ്മദ്? ചരിത്രം അറിയുന്ന ആളുകൾ ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ? വാസ്തവത്തിൽ ഈ ഔദാര്യം നമ്മൾ ഇവരോടല്ലേ കാണിക്കേണ്ടത്? പണ്ടത്തെ മുസ്ലിങ്ങളൂടെ ഒന്ന് കൊള്ളയടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മളല്ലേ അവരോട് പറയേണ്ടത്? പകരം അവർ നമ്മളോട് പറയുകയാണ്. നമുക്കിനി അനിൽ മുഹമ്മദ് തുടർന്ന് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഒരു കാലത്ത് നടന്നു പോയതാണ്. മോഷ്ടിച്ചുകൊണ്ട് പോയതിന് അവർ മാപ്പ് പറയുകയും ചെയ്തു. മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് മാപ്പ് പറയുന്നത് വലിയ മാന്യതയായി കൊട്ടിഘോഷിക്കുമ്പോഴും ആ മോഷ്ടിച്ച മുതൽ തിരിച്ചുകൊണ്ട് കൊടുക്കണ്ടേ അച്ചോ? അത് ഈ പറഞ്ഞതുപോലെ ക്രിസ്തുദേവൻ്റെ എല്ലാ രേഖകൾ പ്രകാരവും എല്ലാ ബൈബിൾ പ്രകാരവും അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? വെറും മാപ്പ് കൊണ്ട് മാത്രം മോഷണം അവസാനിക്കുമോ? പക്ഷേ അവരെ ആരും ഒന്നും പറയുന്നില്ല. ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതിന് ബ്രിട്ടീഷുകാർ മാപ്പ് പറഞ്ഞെന്നാണ് അനിൽ മുഹമ്മദ് പറയുന്നത്. എപ്പോൾ മാപ്പ് പറഞ്ഞെന്ന് അനിൽ മുഹമ്മദ് നിങ്ങൾ പറയുന്നത്? ഒരാളും അതിന് മാപ്പ് പറഞ്ഞിട്ടില്ല, ഭാവിയിലോട്ട് പറയാനും പോകുന്നില്ല. ജാലിയൻ വാലാബാഗ് പോലെയുള്ള ക്രൂരതകൾക്ക് ഒരു പക്ഷേ ബ്രിട്ടീഷുകാർ മാപ്പ് പറഞ്ഞേക്കാം. എന്നാൽ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരാളും മാപ്പ് പറയുകയില്ല എന്ന് സാമാന്യ ബോധമുള്ള ആർക്കായാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയെ കൊള്ളയടിച്ചതിൻ്റെ പേരിൽ മാപ്പ് പറയേണ്ടതുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ് പറയേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ
അവരുടെ തലസ്ഥാനമായിട്ട് അവർ കരുതിക്കൊണ്ട് നടക്കുന്ന സൗദി അറേബ്യയിലെ മക്കയും മദീനയൊക്കെ ഉണ്ടല്ലോ, അവിടെയുള്ള മുസ്ലിങ്ങളും പിന്നെ ഇറാനിലെ മുസ്ലിങ്ങളും തുർക്കിയിലെ മുസ്ലിങ്ങളും ഇറാഖിലെ മുസ്ലിങ്ങളും അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങളും അവരൊക്കെയാണ് ഇന്ത്യയെ കൊള്ളയടിച്ചതിൻ്റെ പേരിൽ മാപ്പ് പറയേണ്ടത്. കാരണം മദീനയിൽ നിന്നും ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നും ബഗ്ദാദിൽ നിന്നും ഗസ്നയിൽ നിന്നും മുസ്ലിങ്ങൾ ഇന്നാട്ടിലേക്ക് വന്ന് ഇവിടെയുള്ള ജനങ്ങളെ കൊല്ലുകയും കൊള്ളയടിക്കുകയും അടിമകളായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതും ഒരിക്കലല്ല, പലവട്ടം. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഈ രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഇന്ത്യക്കാരോട് മാപ്പ് പറയേണ്ടതുണ്ട്. പക്ഷെ അവരത് പറയില്ല, ഒരിക്കലും പറയില്ല. കാരണം അവരുടെ പ്രമാണം അനുസരിച്ച് അവർ ചെയ്തത് തെറ്റല്ല. അവരുടെ പ്രമാണം പറയുന്നത് അമുസ്ലിങ്ങളെ കൊല്ലാനും കൊള്ളയടിക്കാനുമാണ്. ആ പ്രമാണം അവർ അനുസരിക്കുകയാണ് ചെയ്തത്. സ്വന്തം പ്രമാണം അനുസരിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും മാപ്പ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയെ കൊള്ളയടിച്ചതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും മാപ്പ് പറയുമെന്ന് നിങ്ങളാരും സ്വപ്നം കാണേണ്ടതില്ല, അത് സംഭവിക്കുകയില്ല. നമുക്ക് അൽ മുഹമ്മദിൻ്റെ അടുത്ത വാചകം കേൾക്കാം. ഇല്ല, എന്നാൽ ഇന്ത്യ പാക് വിഭജനം നടന്നതിൻ്റെ പാപഭാരം ഇപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തലയിലുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ പാപഭാരം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തലയിലാണെന്നാണ് അനിൽ മുഹമ്മദിൻ്റെ കരച്ചിൽ. പിന്നെ അത് ആരുടെ തലയിലാണ് വെക്കേണ്ടത്? മുസ്ലിങ്ങൾക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയിരുന്നില്ലല്ലോ. ഇസ്ലാം മതവിശ്വാസികൾ അവർ തന്നെയല്ല ഇതൊക്കെ ആവശ്യപ്പെട്ടത്. 1930 ഡിസംബർ 29 അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഇന്ത്യക്കകത്ത് തന്നെ പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുള്ളത് അനിൽ മുഹമ്മദ് വായിച്ചിട്ടില്ലേ? ഈ ആവശ്യം പിന്നീട് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയായിരുന്നില്ലേ? 1940 പ്രത്യേക മുസ്ലിം സ്വയംഭരണ പ്രദേശം ആവശ്യപ്പെട്ടുകൊണ്ട് കുപ്രസിദ്ധമായ ലാഹോർ പ്രമേയം പാസ്സാക്കിയത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ലല്ലോ, മുസ്ലിം ലീഗല്ലേ, മുസ്ലിങ്ങളായിരുന്നില്ലേ? അതിൻ്റെ ചുവട് പിടിച്ച് മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് മദ്രാസ് അസംബ്ലിയിൽ പ്രമേയം അവതരിപ്പിച്ചത് ഈ മലബാർ പ്രദേശത്തുള്ള മുസ്ലിങ്ങളല്ലേ? പാകിസ്ഥാൻ എന്ന രാജ്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആഹ്വാനം ചെയ്ത് ഇന്ത്യ മുഴുവനും കലാപവുമായി ഇറങ്ങി ഹിന്ദുക്കളെ കൂട്ടക്കൊലയും ബലാത്സംഗവും കൊള്ളയും കൊള്ളിവെപ്പുമൊക്കെ നടത്തിയത് ആരാണ്? മുസ്ലിങ്ങളല്ലേ? ഈ കേരളത്തിലെ തെരുവുകളിലും പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം മുഴക്കി കലാപം നടത്തിയത് ആരാണ്? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും അല്ലല്ലോ, മുസ്ലിങ്ങളല്ലേ? ഇന്ത്യ കണ്ട ഏറ്റവും ധിഷണാശാലിയായ മനുഷ്യൻ ഡോക്ടർ BR അംബേദ്കർ യാതൊരു പക്ഷഭേദവുമില്ലാതെ നല്ല വൃത്തിയായി കാര്യങ്ങൾ ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. 1940 വരെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അഥവാ ഇന്ത്യാ വിഭജനം എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അരിയാഹാരം കഴിക്കുന്നവർക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് വായിച്ചാൽ. പാകിസ്ഥാൻ കിട്ടാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ മേൽ ഹിന്ദുക്കളുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ മുഹമ്മദ് അലി ജിന്നയുടെ ആഹ്വാനപ്രകാരം 1946 ആഗസ്റ്റ് 16 ബംഗാളിൽ നടത്തിയ ഹിന്ദു കൂട്ടക്കൊലയെക്കുറിച്ച് അനിൽ മുഹമ്മദ് വായിച്ചിട്ടില്ലേ? ഇതൊക്കെ ചെയ്ത് ഇന്ത്യയെ ഇടത്തും വലത്തും വെട്ടിമുറിച്ച് എടുത്തുകൊണ്ടുപോയവർ ഇപ്പോൾ ഇവിടെ കിടന്ന് കരയുകയാണെന്ന്. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങളുടെ തലയിൽ വയ്ക്കുന്നേ എന്നും പറഞ്ഞാണ് കരയുന്നത്. എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, അതിൻ്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. ചരിത്രബോധമില്ലാത്തവരെ പറ്റിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതി എല്ലാവരെയും പറ്റിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട മിസ്റ്റർ അനിൽ മുഹമ്മദ്. നിങ്ങളങ്ങനെ ചിന്തിക്കുക വേണ്ട. ഇന്ത്യ രാജ്യം വിഭജിച്ച് പാകിസ്ഥാൻ എന്ന് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് 2 രാജ്യങ്ങളുണ്ടായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുസ്ലിങ്ങൾക്ക് മാത്രമാണ്, മറ്റാർക്കുമല്ല. അതുകൊണ്ട് ആ പാപഭാരം മുസ്ലിങ്ങൾ ചുമക്കേണ്ടി വരും. മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഹിന്ദുക്കളുമല്ല ക്രിസ്ത്യാനികളുമല്ല, മുസ്ലിങ്ങളാണ്. ഇതൊക്കെ ചരിത്രരേഖയാണ്. നിങ്ങളൊക്കെ എത്ര നിഷേധിച്ചാലും ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാപഭാരം ബ്രിട്ടീഷുകാരുടെ തലയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ തലയിലോ ഹിന്ദുക്കളുടെ തലയിലോ കെട്ടിവെക്കാൻ നിൽക്കണ്ട. അത് മുസ്ലിങ്ങൾ തന്നെ അങ്ങ് ചുമന്നുകൊണ്ടാൽ മതി. അതായത് നമുക്കിനി അൽ മുഹമ്മദിൻ്റെ അടുത്ത ക്ലിപ്പ് കേൾക്കാം. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തലയിലുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ്റെ സഹായമൊന്നും വേണമെന്നില്ല, അച്ഛൻ സഹായിക്കുമെന്ന് വിശ്വാസമില്ല. പക്ഷേ വേട്ടക്കാരനോടൊപ്പം കൂടി കല്ലെറിഞ്ഞ് വലിയ മിടുക്കനാകുന്നത് ഒരു വലിയ നല്ല കാര്യമൊന്നുമല്ല. വട്ടായിലച്ചൻ വേട്ടക്കാരോടൊപ്പം കൂടി മുസ്ലിം കമ്മ്യൂണിറ്റിയെ കല്ലെറിഞ്ഞ് മിടുക്കനാക്കാൻ നോക്കുകയാണെന്നാണ് അൽ മുഹമ്മദ് ആരോപിക്കുന്നത്. വട്ടായിലച്ചൻ പറഞ്ഞത് സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം നിലനിൽക്കെ തന്നെ
ഒരു ചെറിയ വിഭാഗം അതിതീവ്ര സ്വഭാവം കാണിച്ച് മനുഷ്യനെ കൊല്ലാനും മനുഷ്യനെ നശിപ്പിക്കാനും സമുദായങ്ങളെ ഇല്ലാതാക്കാനും മടിയില്ലാത്ത വിധം വളരെ തീവ്ര സ്വഭാവം കാണിച്ച് കേരളത്തിൽ പ്രബലപ്പെടാൻ തുടങ്ങി. ഇന്നത് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇതാണ് വട്ടായിലച്ചൻ പറഞ്ഞത്. അത് വെറുതെ പറഞ്ഞതുമല്ല, കൃത്യമായ ഡാറ്റ വെച്ചാണ് പറഞ്ഞത്. മാത്രമല്ല അച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് തൻ്റെ വീഡിയോ ഇറങ്ങി 10 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ നിന്ന് 3 അൽ-ഖ്വയ്ദ തീവ്രവാദികളെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തതിലൂടെ തലച്ചോറ് ആർക്കും പണയം വെച്ചിട്ടില്ലാത്തവർക്ക് മനസ്സിലായ കാര്യവുമാണ്. വൃത്തികെട്ട വർഗീയ കാർഡ് ഇറക്കിയാണ് അനിൽ മുഹമ്മദ് ഇവിടെ കളിക്കുന്നത്. മുസ്ലിങ്ങൾക്കിടയിലുള്ള അതിതീവ്ര സ്വഭാവം കാണിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞെന്ന് വരുത്തി തീർത്ത് വട്ടായിലച്ചനെ ക്രൂശിക്കാമെന്നാണ് അനിൽ മുഹമ്മദ് സ്വപ്നം കണ്ടത്. പക്ഷേ എന്ത് ചെയ്യാനാണ്? NIA വന്ന് കേരളത്തിൽ നിന്ന് അൽ-ഖ്വയ്ദ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്തതോടെ ഇതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവർ വിചാരിച്ചത് ഇങ്ങനെയാണ്, ഒരു കൂട്ട ആക്രമണം നടത്താം. പണ്ട് കാപ്പിപ്പൊടി അച്ഛനെതിരെയൊക്കെ നടത്തിയതുപോലെ ഒരു വെട്ടുക്കിളി ആക്രമണം അങ്ങ് നടത്താം. ചറപുറ ആക്രമണം, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തൽ, ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചേ. പക്ഷേ NIA വന്നതോടുകൂടി പരിപാടിയെല്ലാം മുടങ്ങിപ്പോയി. ഇപ്പോൾ ഒരാൾക്കും വായിൽ നാവില്ല മിണ്ടാൻ. വായിൽ നാവുണ്ടോയെന്ന് നമ്മളിങ്ങനെ വിരലിട്ടൊക്കെ ഇങ്ങനെ തോണ്ടി നോക്കണം വായിൽ നാവുണ്ടോയെന്ന്. അതേ സ്ഥിതിയിലായിപ്പോയി. ഏതായാലും വീഡിയോയ്ക്ക് ധൈര്യം കൂടുന്നതുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിഷ്പക്ഷ നിലപാടെന്ന പേരിൽ അനിൽ മുഹമ്മദ് ഇസ്ലാമിക തീവ്രവാദികളുടെ പക്ഷം പിടിച്ചുകൊണ്ടുവരുന്നത് കൂടുതലായി അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പോസ് ചെയ്യാം. അതുവരേക്കും ഈ കൊറോണ കാലത്ത് നമ്മളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.